മലപ്പുറത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള 9 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടേത് ഉൾപ്പെടെയാണ് പരിശോധനാ ഫലം. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് സഭയിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 406 ഉയർന്നു. ഇതിൽ 194 പേരും ഹൈറിസ്ക് വിഭാഗത്തിലാണ്. ഇവരിൽ 139 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. പരിശോധിച്ച 9 പേരുടെയും ഫലം നെഗറ്റീവായത് ആശ്വാസമായി. മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടേതുൾപ്പെടെയാണ് പരിശോധനാ ഫലം. പരിശോധനാ ഫലം വന്ന 9 നെഗറ്റീവാണ്. IP അഡ്മിഷനിൽ 15 പേരാണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 12 പേരും, തിരുവനന്തപുരത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും. അങ്ങനെ 15 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പനി പൂർണ്ണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം. പക്ഷേ ഈ 21 ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട്. ആകെ 15 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള 2 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമാവാനുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം തുടരും. 2 പഞ്ചായത്തുകളിലായി ഇതുവരെ 7339 വീടുകളിൽ സർവേ പൂർത്തിയാക്കി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് സഭയിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ എല്ലാ കേസുകളും ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ, അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിപ്പ വന്നപ്പോൾ കണ്ടെത്തിയ അതേ വൈറസ് വകഭേദം തന്നെയാണ് ഇത്തവണയും കണ്ടെത്തിയതെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.